ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനൊക്കെ കെമിയോ റോളിൽ വന്നിട്ടുള്ള കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. പടത്തിന്റെ കഥ എന്ന് പറയുന്നത് കണ്ണപ്പ എന്ന് പറയുന്ന ഒരു ഭക്തന്റെ അല്ലെങ്കിൽ അർജുനന്റെ പുനർജന്മമായിട്ടുള്ള ഒരാളാണ് കണ്ണപ്പ എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെ കണ്ണപ്പ എന്ന് പറയുന്ന വ്യക്തിയായി മാറി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടിയായി മാറി എന്നുള്ളതാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇത് ഏതൊക്കെ നോവലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാളഹസ്തി എന്ന് പറയുന്ന ആ ഒരു പുണ്യസ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് സിനിമ, അതായത് ഈ ഒരു കഥ റിയൽ സ്റ്റോറിയുടെ ഒപ്പം സിനിമാറ്റിക് പരിപാടികളും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോ പടത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആദിവാസി ഗ്രാമം അല്ലെങ്കിൽ പണ്ടത്തെ 2-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നതൊക്കെ. ആ ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഈ തിന്ന എന്ന് പറയുന്നതാണ് ആ കുട്ടിയുടെ പേര്, ആ ക്യാരക്ടറിന്റെ പേര്. ആ കുട്ടിയുടെ വളർച്ചയും നിരീശ്വരവാദവും അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. അതിന്റെ ഇടയിലേക്ക് ഒരു പ്രേമം കയറി വരുന്നു. അത് കഴിഞ്ഞിട്ടൊരു വാർ സീക്വൻസിലേക്കൊക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കണ്ണപ്പ എന്ന് പറയുന്ന വ്യക്തി ആയി മാറുന്നത് എങ്ങനെയാന്നുള്ളത് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1/2-3 മണിക്കൂറാണ് ശരിക്കുള്ള റിയൽ സ്റ്റോറി എന്ന് തോന്നുന്നു. അതുവരേക്കുണ്ടല്ലോ ഒരു നോർമൽ ഓഡിയനെ സംബന്ധിച്ച് ഇത് ഓടിച്ചെത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വെറുത്തു പോവും. അത്രയ്ക്ക് അങ്ങോട്ട് വലിച്ചു നീട്ടി ഇഴച്ചെടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ കുറെ അഭിനയ CGI വർക്കുകളും വാർ സീക്വൻസുകൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മഹാഭാരതം സീരിയൽ ഉണ്ടല്ലോ, മഹാഭാരതം സീരിയലിനകത്ത് വരുന്ന ദുര്യോധൻ ഇതിലൊരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങേരുമായിട്ടുള്ളൊരു ഫൈറ്റൊക്കെ വരുന്നതൊക്കെ കാട്ടവരാതം എന്നല്ലാതെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഫൈറ്റ് സീക്വൻസുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആദിപുരുഷ് ഇതിന് തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷെ ആസ് എ ഹോൾ സിനിമ ആദിപുരുഷിനെക്കാളൊരു പടി മുകളിലാണ് ഈ ഒരു സിനിമ. ഈ ഫൈറ്റ് സീക്വൻസുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര മോശമായിട്ടാണ് ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, എനിക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയൊക്കെ താണ്ടി അതിനപ്പുറത്തേക്ക് എത്തി. ഞാൻ നേരത്തെ ഒക്കെ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ 2-3 സീക്വൻസുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ആ പടത്തിനെ നല്ലതെന്ന് പറയാറുള്ളതാണ്. പക്ഷേ ഇതെനിക്ക് അൺസൈക്കബിൾ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പക്ഷേ ക്ലൈമാക്സിലെ 1/2 മണിക്കൂർ ഒരു റിയൽ സ്റ്റോറി ടച്ചും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, പാട്ടുകൾ, കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ടുണ്ട്. പക്ഷെ ഒന്നും ആസ്വദിക്കാനുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളത്. പക്ഷെ ആദ്യത്തെ 1-2 പാട്ടുകളൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളത്തിലെ ലിറിക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. സ്റ്റീഫൻ ദേവസിയാണ് ഇതിന്റെ സ്കോർ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ മോഹൻലാലിനൊക്കെ ഒരു ഗംഭീര സാധനം കിട്ടുന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കെ ആസ് യൂഷ്വൽ ഒരു സാധനമൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ ആ യുദ്ധം സമയം, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ മൂപ്പരൊക്കെ ആയിട്ടുള്ള യുദ്ധം സമയത്തൊക്കെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അവരാധിച്ച് കൈ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത്. എൻ്റെ പൊന്നെ, എന്തുട്ട് ലാംഗ്വേജാണ് അവരതിൽ യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പരട്ട സ്വാമി, പിന്നെ എന്തൊക്കെ ചീറ്റൊക്കെ വിളിക്കുന്നതൊക്കെ വൻ കോമഡി. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രസ് കോഡൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കൾട്ട് അപരാധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ഒരു നായകനും നായികയും തമ്മിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്, 36 പുഴയെന്ന് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് എണീറ്റ് വരുന്നൊരു സീക്വൻസ്. മറ്റേ പഠാനകത്ത് ദീപിക പതുക്കോണ് പോളിൻ്റെ അകത്ത് നിന്ന് മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു കാവി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നില്ലേ, സെയിം സാധനം. ഒരു കാവി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വെച്ച് 37 പോളിൽ നിന്ന് എങ്ങാനും എണീറ്റ് വരുന്നതാണോ, ഒരു ഫാഷൻ പരേഡ് നടക്കുന്ന പോലത്തെ ഒരു പരിപാടിയും കാര്യങ്ങളും ഒക്കെ പിടിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു വെക്കുന്ന കുറേ ഡ്രസ് കോഡുകളും കാര്യങ്ങളും വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഡബ്ബിങ്, മലയാളം ഡബ്ബിങ് അതിനേക്കാൾ മോശം. ഇപ്പൊ തെലുങ്കിലൊക്കെ എങ്ങനെയാണ് ഒരു ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്നതൊന്നും അറിയില്ല. പക്ഷെ മോശമാവാനാണ് സാധ്യത. ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരട്ട സാമി എന്നൊക്കെയാണ് വിളിക്കുന്നതൊക്കെ. എന്താണ് ഇവർ ഇതും കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ചില സമയത്ത് ഇതിനൊരു പടി മുകളിൽ നിൽക്കുന്ന ഒരു നല്ല സിനിമയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്നൊക്കെ വരും. പക്ഷെ ആസ് എ ഹോൾ സിനിമ ലാസ്റ്റ് ഒരു 1/2 മണിക്കൂർ ഇതിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഒരു 1/2 മണിക്കൂർ, അവസാനത്തെ 1/2 മണിക്കൂർ കുഴപ്പമില്ലാണ്ട് കണ്ടിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ കൈലാസം കാ കില്ലാടി ശിവന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള അക്ഷയ് കുമാർ ഒരു രീതിക്ക് മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്തെങ്ങാണ്ട്
ശിവന്റെ കഴുത്തിലെ പാമ്പ് എവിടെ എന്നൊക്കെ ചോദിച്ചിരുന്നിരുന്ന പോലെ തന്നെ നിന്നെ ഞാൻ പോണ വഴിക്കൊക്കെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതിലൊന്നും ശിവന്റെ കഴുത്തിൽ പാമ്പില്ല. അപ്പം ഞാനും ഏട്ടനും കൂടിയിട്ടാണ് പടത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഏട്ടനോട് ഏട്ടൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഈ ശിവന്റെ കഴുത്തിലെ പാമ്പ് എവിടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ആദ്യം മുതൽക്കേ ട്രോൾ മെറ്റീരിയലാണ്, പടത്തിൽ മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ മഹാഭാഗ്യം ശിവന്റെ കഴുത്തിൽ പാമ്പുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ വളരെ ആശ്വാസമായി. പിന്നെ കാജൽ അഗർവാളാണ് പാർവതി ദേവിയുടെ ഇതിലൊക്കെ വന്നിട്ടുള്ളതൊക്കെ. ഞാൻ പറഞ്ഞു ഡബിങ് വളരെ മോശമായതുകൊണ്ട് വളരെ അരോചകമായിട്ടുള്ള കുറേ ഡയലോഗുകൾ. എന്താണ് സ്വാമി എന്താ ഇതൊക്കെയോ പറയുന്നൊരു കുറേ മലയാളം മോശം സ്ലാങ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പടം കാണുന്ന സമയത്ത് മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാൻ കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആണോന്നും അറിയില്ല. ഒരുപാട് അങ്ങനത്തെ ഈ ഷാ എന്ന് പറയുന്ന അക്ഷരമൊന്നും അവർക്ക് വരുന്നില്ല. സാ എന്നാണ് വരുന്നത്. എനിക്ക് ഇനി ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണോന്നും അറിയില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയതൊക്കെ അഭിപ്രായം പറയാം. പിന്നെ മോഹൻലാലിനെ കുറിച്ച് പറയുന്ന സമയത്ത് കിരാത എന്ന് പറയുന്ന ക്യാരക്ടറാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു 5 മിനിറ്റ് കഷ്ടി തികച്ചില്ല. മോഹൻലാലിനൊക്കെ ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തതിന് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ക്യാരക്ടർ ഉള്ളൂ. ഇതൊക്കെ എന്തായാലും ഒരു സ്റ്റുഡിയോൻ്റെ അകത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു CJ ഒക്കെ വൻ വെറുപ്പിക്കലാണ്. അത് ഇതിനകത്തൊരു സീനുണ്ട്. അതായത് അർജുനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് കിരാത എന്ന് പറയുന്ന ശിവന്റെ ഒരു അവതാരം തന്നെ പറയാം. അതിന് ആ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മൂപ്പരൊരു വാള് കുത്തി നിൽക്കുന്നതിന്റെ മുകളിൽ ഒരുമാതിരി ഡ്രാഗൺസ് ഇങ്ങനെ നിൽക്കുന്നത് പോലെയൊക്കെ നിൽക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനൊക്കെ ആ ഒരു ഒറ്റ സീക്വൻസ് എന്തിനായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു സാധനം കൊണ്ട് തന്നെ ലാലേട്ടന് കുറെ ട്രോള് കിട്ടുന്നുള്ളത് എനിക്ക് ഏകദേശം ഉറപ്പായി. ഞാൻ നോക്കുന്ന സമയത്ത് വാട്സപ്പിലൊക്കെ നിറഞ്ഞു തുടങ്ങിയ ആ ഒരു സാധനം അതില്ലായിരുന്നുണ്ടെങ്കിൽ വളരെ ഡീസെന്റ് ആയിട്ട് കടന്നു പോകേണ്ട ഒരു കഥാപാത്രമായിരുന്നു മോഹൻലാലിന്റെ എന്ന് പറയും. കാരണം ഒരു 5 മിനിറ്റേ ഉള്ളൂ, വളരെ കൂളായിട്ട് പോകേണ്ട ഒരു കഥാപാത്രം. അതുപോലെ തന്നെ പ്രഭാസിന്റെ കഥാപാത്രം, പ്രഭാസിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു രുദ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ശിവന്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ആ ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ളതൊക്കെ. ആ ഒരു ക്യാരക്ടറിന് നടക്കുക, ഒരു 2-3 സ്ഥലങ്ങളിൽ പോയിട്ട് എന്താ പറയുക ഉപദേശിക്കുക, തിരിച്ചു പോവുക, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ പ്രഭാസിന് ഒരു ഓറയുണ്ടല്ലോ, അതായത് മൂപ്പര് ഡൈനോസർ ആണെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. മൂപ്പര് അങ്ങോട്ട് നടന്ന് വരണം കാണുമ്പോൾ തന്നെ ഒരു പവറേഷാണ്. പിന്നെ ശരത് കുമാറിന്റെ ക്യാരക്ടർ എനിക്ക് ആക്ച്വലി ഈ ഒരു സിനിമയ്ക്കകത്ത് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരത് കുമാറിൻ്റെയാണ്. ഔട്ട് ആൻഡ് ഔട്ട് ശരത് കുമാറിന്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡബ് ചെയ്തിട്ടുള്ളതും എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി മൂപ്പരുടെ ഡബ്. കാലങ്ങളായിട്ട് മലയാളം സിനിമയ്ക്കകത്ത് ശരത് കുമാർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ മൂപ്പർക്ക് ഡബ് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അത് നന്നായിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണപ്പാ ഞാൻ പോണപ്പാ. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദയവ് ഇത് കാണാൻ പോകുന്നവരൊക്കെ 100 തവണ ആലോചിച്ചിട്ട് ഈ ഒരു സിനിമ കാണാൻ പോകുന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.